ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പിസ്ത ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു വെക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ ഇത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് പിസ്ത ഫ്ലേവറിലുള്ള ബേസ് കേക്ക് റെഡിയാക്കാനായിട്ട് ഒരു 1/4 കപ്പ് പിസ്ത എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുറേ സമയത്ത് പൊടിക്കരുത്. കുറേ ഇട്ട് പൊടിച്ച് ചിലപ്പോൾ ഒരു എണ്ണമയം വരുന്ന പോലെ ഉണ്ടാവട്ടെ. അപ്പോൾ നല്ലോണം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ലെവലിൽ എടുത്താൽ മതി. കുത്തി നിറച്ചെടുക്കേണ്ട. കാരണം ഒരു പിസ്തയുടെ പൊടിയും കുറച്ച് എന്തായാലും ഉണ്ടാവും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. കുറേ സമയത്ത് കറക്കൊന്നും വേണ്ട. രണ്ടും കൂടെ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 1-2 തവണ അരിച്ചെടുക്കണം. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പിസ്തയുടെ കുറച്ച് തരികൾ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞാൽ മതിയിട്ട് ഇതിലേക്ക് ഇടണ്ട. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഫ്ലോർ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. വലിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് പതഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കാന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് ഞാൻ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. 1/2 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് നമ്മളെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഈ ഒരു കേക്ക് ലാസ്റ്റ് നമ്മൾ മിൽക്ക് മിക്സ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ സമയത്തിന് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഓയിലൊക്കെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ചെറിയ സ്പീഡിൽ ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. വേണമെങ്കിൽ സ്പാച്ചില കൊണ്ട് മിക്സ് ആക്കിയാലും മതി. കാരണം നമ്മൾ ആ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ പത നഷ്ടപ്പെടരുത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറയും. അതുപോലെ തന്നെ പാല് തണുത്തിരിക്കുന്ന പാലും ആവരുത്. റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുള്ള പാല്. ചൂട് കൂടുതൽ വേണ്ട. പിന്നെ ഇതിലേക്ക് പിസ്തയുടെ എസൻസ് മിക്സ് എസൻസ് കയ്യിലുണ്ടെങ്കിൽ 1-2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കളറിന് വേണ്ടി മാത്രം. നമ്മൾ ഓൾറെഡി പിസ്ത അത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. ഇത്ര ചേർത്തിട്ടുള്ളൂ. ഒരിക്കലും പിസ്തയുടെ എസൻസ് ഇട്ടിട്ട് നല്ല കളർ ആവുന്നത് വരെ അതൊരിക്കലും ഇടരുത് കേട്ടോ. കാരണം ഒരു ജാതി ഒരു ടേസ്റ്റായി പോകും. കേക്ക് കഴിക്കാനേ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു എസൻസ് കൂടി കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിലേക്ക് ആ ഒരു ഫ്ലോർ മിക്സ് ഇതുപോലെ അരിപ്പയിലാക്കിയിട്ട് അങ്ങനെ അരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. സ്പീഡ് കൂട്ടി ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരേ സൈഡിലേക്ക് തന്നെ ഇതുപോലെ നല്ലോണം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലോട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. കാരണം കുറച്ച് ഈ ഒരു തിക്നെസ് മതി. ഒരുപാട് കട്ടി കൂടുതലാവേണ്ട. ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ചെറിയ കേക്ക് ടിൻ എടുത്താൽ മതി. വലുതൊന്നും വേണ്ട. പിന്നെ ഒരുപാട് കട്ടിയിലുമല്ല. നമ്മൾ ചെറിയൊരു കേക്കായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒന്ന് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ. ഇതുപോലത്തെ സ്ക്വയറിലുള്ള കേക്ക് ടിന്നാകുമ്പോൾ 15-20 മിനിറ്റ് മാക്സിമം മതി. നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു 160 ഡിഗ്രിയിൽ മതിയാകും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നല്ലോണം ഒന്ന് തണുത്ത് വന്നോട്ടെ. ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ശരിക്കും ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് മിൽക്ക് മിക്സൊക്കെ ഒഴിച്ച് സെറ്റാക്കണം. അപ്പോൾ അതിന് വേണമെങ്കിൽ മേൽഭാഗം ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടുണ്ടെങ്കിൽ കളയാം. പക്ഷെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഹാർഡായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സൈഡും ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. സൈഡ് ഭാഗം നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഹാർഡായിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി കളയാം. കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള മെയിൻ കാര്യം റെഡിയാക്കുന്നത്. ആ ഒരു മിൽക്ക് മിക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്തിരിക്കുന്ന ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതായാലും മതി. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് റെയിൻബോ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം 1/2 കപ്പ് അളവിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ റെയിൻബോ മിൽക്ക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പാൽ ആയാലും മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീമാണല്ലോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ഫ്രഷ് ക്രീമൊക്കെ ആണെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നിറച്ചെടുക്കുക.
ഒരു തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് പിസ്തയുടെ എസൻസിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പിസ്ത ഫ്ലേവറിലാണ് സ്പോഞ്ച് കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പാകത്തിന് ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു മിക്സ് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപ് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. തണുപ്പോട് കൂടി അങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ആ മിൽക്കിൻ്റെ മിക്സ് ഇതിൻ്റെ കേക്കിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കുതിർന്നിങ്ങനെ ഇറങ്ങി കുതിർന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മിൽക്കിൻ്റെ മിക്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. കേക്ക് അത്യാവശ്യം കുതിർന്നിരിക്കണം. ഈ ഒരു മിക്സിൽ ഇങ്ങനെ കുതിർന്നിരിക്കണം. അപ്പോൾ ഒരു ഇത്തിരി മാറ്റി വെക്കണം. നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മേലേക്ക് കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് നമ്മൾ എപ്പോഴും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പാത്രം കുറച്ച് കുഴിയുള്ളതായിരിക്കണം. അപ്പോഴാണ് അതിലേക്ക് അതിങ്ങ് തങ്ങി നിൽക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ കേക്ക് ബോർഡിൽ ചെയ്യരുത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ആർക്കും കൊടുക്കാനൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് കേക്കിൻ്റെ മേൽഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ 2 ലെയറായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെക്കുന്നില്ല. കാരണം ചെറിയ കനം കുറഞ്ഞ കേക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൽ നല്ല ഡിസൈനിൽ നോസിൽ വല്ലതും വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കേക്കിൻ്റെ മേൽഭാഗത്തേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇതുപോലെ പൊടിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഞാൻ പിന്നെ കുറച്ച് ചെറിയുടെ പീസും കൂടെ ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. പക്ഷേ തണുപ്പിക്കാതെ കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഇത് മുൻപ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീമിൻ്റെ മേലേക്കും കേക്കിൻ്റെ മേലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പാലും ആ മിൽക്കിൻ്റെ മിക്സിൽ ഇങ്ങനെ കുതിർന്നിരിക്കുന്ന കേക്കും വിപ്പിംഗ് ക്രീമും കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കണേ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം കൂടിയാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്